PC കൂടിയായിട്ടുള്ള ഗവർണർ എല്ലാ സർവകലാശാലകൾക്കും ഒരു നിർദ്ദേശം PC ആയിട്ടുള്ള ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ഒരു എല്ലാ VC-മാർക്കും നിർദ്ദേശം നൽകിയത് 14-ാം തീയതി ഈ സ്വാതന്ത്ര്യ ദിനം മാത്രമല്ല വിഭജനത്തിന്റെ അതുകൂടി ആഘോഷിക്കണം. അപ്പം മറന്നുപോയ പലതും ഓർമ്മിപ്പിക്കാനൊക്കെയാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ സർക്കുലറിന്റെ വ്യാപകമായ പ്രതിഷേധം വന്നിട്ടുണ്ട്. അങ്ങനെയല്ല, അത് രാജ്യവ്യാപകമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആചരിക്കുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതോടൊപ്പം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നൽകേണ്ടി വന്ന വില, ആ വില കൂടി നമ്മുടെ പുതിയ തലമുറ മനസ്സിലാക്കിയാലാണ് ഇതുപോലെയുള്ള വെല്ലുവിളികൾ ഇനി ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലെടുക്കാൻ സാധിക്കുക. നമ്മുടെ നാട്ടിലും ലോകത്തും ഭീകരവാദം വളർന്നു വരുന്നു. ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അങ്ങനെ നടക്കുമ്പോൾ ഈ നാട്ടിൽ വിഘടനവാദവും നാടിനെ വിഭജിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇനി ആരും നടത്താതിരിക്കണമെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെ ഒരു വിഭജനം നടന്നതുകൊണ്ട് എന്ത് ദുരന്തങ്ങൾ നാടിന് നേരിടേണ്ടി വന്നു എന്നുള്ളത് പുതിയ തലമുറ മനസ്സിലാക്കേണ്ടി വരും. അത് ഈ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം പാർലമെൻറ്റിലടക്കം അതിനെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങളും ചർച്ചകളും ഒക്കെ നടന്നു. കാരണം അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ജനാധിപത്യം ഇല്ലാതാക്കിയ ഒരു കാലഘട്ടമായിരുന്നു. അതിനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് പുതിയ തലമുറ മനസ്സിലാക്കണം. അതിൽ തെറ്റൊന്നുമില്ല, അത് നല്ല കാര്യമാണ്. അത് ആർക്കെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുന്നത് അതിനെ പുനരുജ്ജീവിപ്പിക്കാനല്ല, അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പറയുന്നു. പക്ഷേ 2021-ലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം രാജ്യവ്യാപകമായി കൊണ്ടാടണമെന്ന് പറഞ്ഞത്. അതിന് മുൻപ് സംഘപരിവാർ ആചരിച്ചിരുന്ന ഒരു ദിനമല്ലേ? എനിക്കറിയില്ല, അങ്ങനെ സംഘപരിവാറിൻ്റെ കാര്യം അങ്ങനെ എനിക്കറിയില്ല. പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ മുഴുവൻ ബാധകമായിട്ടുള്ളതാണ്. പ്രധാനമന്ത്രി രാജ്യത്തിനെതിരാണെന്ന് ആരെങ്കിലും പറയുമെങ്കിൽ 21-ന് അദ്ദേഹം ആഹ്വാനം ചെയ്തതിന് ശേഷം പിന്നെ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായിട്ട് നിർത്താൻ പാടില്ലായിരുന്നു. ഞാൻ കമ്മ്യൂണിസ്റ്റുകാർ ഈ സ്വാതന്ത്ര്യ സമരമായിട്ട് എന്ത് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി അതൊക്കെ വീണ്ടും എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തൃശ്ശൂരിൽ വ്യാജ വോട്ട് ചേർക്കപ്പെട്ടതിൽ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഉണ്ടെന്നുള്ളൊരു വാർത്തയുടെ പുറത്തു വന്നിട്ടുണ്ട്. എന്താ ഈ വ്യാജ വോട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഇതുവരെ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. കാരണം വ്യാജ വോട്ട് എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ അല്ലെങ്കിൽ ഇല്ലാത്തൊരാളുടെ പേരിൽ വോട്ടുണ്ടാക്കി കഴിഞ്ഞാൽ വ്യാജ വോട്ടാണ്. വീട്ടുടമ അറിയാതെ പേര് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വ്യാജ വോട്ടാണ്. ആ രീതിയിലാണ് പൂങ്കുന്നത്തെ ഫ്ലാറ്റിൽ. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചതല്ലേ? പരാതി കൊടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നല്ലോ. എന്താ പരാതി കൊടുക്കാതിരുന്നത്? അല്ല, ഇപ്പം വിവരം പുറത്തു വരുന്നുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. ആ നാട്ടിൽ വോട്ടർ അല്ലാത്ത ഒരാൾ മറ്റൊരു ജില്ലയിൽ അല്ലെങ്കിൽ ആ ജില്ല കഴിഞ്ഞുള്ള ഒരാൾ അവിടെ വന്ന് പർട്ടിക്കുലർ സമയത്ത് വോട്ടർ പട്ടികയിൽ ചേരുന്നു. ആ വ്യക്തി അത് ബോധപൂർവം ഒരാളെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമല്ലേ, പിന്നീട് അവർ അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ അല്ല അങ്ങനെ ചെയ്തതാണോ അല്ലയോ എന്നുള്ളത് ആ ആളല്ലേ പറയണ്ടത്. ബാക്കിയുള്ളവർക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അതായത് ഈ രാജ്യത്ത് ആർക്കും എവിടെയും പോയി താമസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു സ്ഥലത്ത് ഒരാൾ ചെന്ന് താമസിക്കുന്നു. ആ താമസിച്ചതിന് ശേഷം അയാൾ അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നു. ആരാ ഇത് പരിശോധിച്ചത്? അവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ആരാ? സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് മുഴുവൻ പരിശോധിച്ചത്. ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പോൾ അവർ പരിശോധിച്ചതിന് ശേഷം ആർക്കും ആക്ഷേപം ഇല്ലെങ്കിൽ, മാത്രമല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം വോട്ടർ പട്ടിക പരസ്യമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. വോട്ടർ പട്ടിക സ്വകാര്യമായിട്ട് വെക്കുന്നതല്ല. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാർ പറയണമായിരുന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ പറയണം, ആർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു. ഇതാരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെ ഒരു 11 ആളുടെ പേരാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏതോ പത്രങ്ങളിൽ കണ്ടത്.
75,000 വോട്ടിന് ജയിച്ച ആൾ ഇനി 11 പേര് കള്ള വോട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ജയം ഇല്ലാതാവില്ലല്ലോ. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയും സംഘവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം, ആ ശ്രമമാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനു മുൻപ് 25 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പ്രധാനമന്ത്രിമാരാണ് നിയോഗിച്ചത്. അന്നൊന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിശ്വാസ്യതയെക്കുറിച്ച് ആർക്കും സംശയമില്ലായിരുന്നല്ലോ. BJP 2 സീറ്റ് മാത്രം കിട്ടിയിട്ട് പരാജയപ്പെട്ടപ്പോഴും BJP ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിശ്വാസ്യതയെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചിട്ടില്ല. ഇവിടെ കോൺഗ്രസ് 3 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് പരാജയപ്പെടുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത അടക്കം ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെയും അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സമീപനത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. വളരെ അപകടകരമായിട്ടുള്ളൊരു കളിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. അത് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയും, എനിക്ക് യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. ഇപ്പോൾ മഹാദേവ്പുരയെക്കുറിച്ച് പറയുന്ന ആളുകൾ മഹാരാഷ്ട്രയിൽ ധുലിയെക്കുറിച്ച് എന്താ പറയാത്തത്? 6 ലോക്സഭ 6 അസംബ്ലി സീറ്റിൽ 5 സീറ്റിൽ BJPക്ക് 1,90,000 വോട്ടിൻ്റെ ലീഡ്. 6ാമത്തെ സീറ്റ് എണ്ണിയപ്പോൾ 1,94,000 വോട്ടിൻ്റെ ലീഡ് അവിടെ കോൺഗ്രസിന്. 4,000 വോട്ടിന് കോൺഗ്രസ് ജയിച്ചു. BJPക്കും പറയാമല്ലോ അവിടെ കള്ളവോട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രക്രിയയുണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പരാതിയുണ്ടെങ്കിൽ സത്യവാങ്മൂലം കൊടുക്കുക. പത്രസമ്മേളനത്തിൽ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണം എന്നൊക്കെ പറയുന്നത് രാജ്യത്ത് മറ്റാർക്കും ബാധകമല്ലാത്ത നിയമം രാഹുൽ ഗാന്ധിക്ക് ബാധകമാക്കണം എന്നാണ്. രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ ഒരു പൗരനാണെങ്കിൽ ഈ രാജ്യത്തെ നിയമങ്ങൾ രാഹുൽ ഗാന്ധിയും അംഗീകരിക്കണം. രാഹുൽ ഗാന്ധി പറയുന്നത് ഈ സിസ്റ്റത്തോടൊന്നും പരാതിപ്പെട്ടിട്ട് ഇനി കാര്യമില്ല എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ജയിക്കുന്നില്ലെങ്കിൽ ഉത്തർപ്രദേശിൽ 37 സീറ്റ് സമാജ്വാദി പാർട്ടിക്ക് കിട്ടി, അവിടെ BJPക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലല്ലോ. അപ്പോൾ അവിടെ കള്ളവോട്ടാണ്. കള്ളവോട്ട് നടത്തണമെങ്കിൽ BJP എന്തിനാ 240 സീറ്റിൽ നിർത്തുന്നത്? BJPക്ക് ഒന്നുമില്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടിയെങ്കിലും കള്ളവോട്ട് നടത്തായിരുന്നില്ലേ? അപ്പോൾ അതുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വയം ജനങ്ങൾ അംഗീകരിക്കാതിരിക്കുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ അടക്കം ചോദ്യം ചെയ്യുന്ന സമീപനം, ആ സമീപനം ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയോടും ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണ്. അതാണിപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിരാശയിൽ നിന്നും അങ്ങേയറ്റത്തെ ഫ്രസ്ട്രേഷൻ അതിൽ നിന്നുണ്ടാവുന്നതാണ്. അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ഗോപിയുടെ ഡ്രൈവർ, ഇനി അഥവാ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ വോട്ട് ചെയ്തു, സുരേഷ് ഗോപി തൃശ്ശൂർ നിൽക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവറും അവിടെ പോയില്ലേ? സ്ഥിരതാമസക്കാരനാണോ അല്ലയോ എന്നുള്ളത് അയാളല്ലേ പറയേണ്ടത്. ഞാൻ പറയട്ടെ, ഞാനും നിങ്ങൾക്കും സുരേഷ് ഗോപിയുടെ ഡ്രൈവറെ എനിക്കറിയില്ല. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ സ്ഥിരതാമസക്കാരനാണോ അല്ലയോ എന്നുള്ളത് സുരേഷ് ഗോപിയുടെ ഡ്രൈവറോട് ചോദിക്കണം. ഇനി സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അല്ല, ഞാൻ പറയട്ടെ, സുരേഷ് ഗോപിയുടെ ഡ്രൈവർ 2 സ്ഥലത്ത് വോട്ട് ചെയ്തോ? രാവിലെ തിരുവനന്തപുരത്തും വോട്ട് ചെയ്തു, ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് തൃശ്ശൂരും വോട്ട് ചെയ്തോ? അല്ലല്ല, എൻ്റെ ചോദ്യം ഇയാൾ 2 സ്ഥലത്തും പോയി വോട്ട് ചെയ്തോ എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾക്ക് തെളിവ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, അതിനാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. പ്രസിദ്ധീകരിച്ചതിന് ശേഷം അത് തള്ളിപ്പിക്കായിരുന്നു ആർക്കെങ്കിലും? അയാൾ അവിടെ സ്ഥിരതാമസക്കാരനല്ല എന്ന് ചൂണ്ടിക്കാണിക്കാമായിരുന്നു. എല്ലാ പോളിംഗ് ബൂത്തിലും ഒരു BLO ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. അവരുടെ പണിയാണിത്. അതല്ലാതെ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ DCC പ്രസിഡന്റിനെ മാറ്റിയത്? അയാളുടെ പോരായ്മ കൊണ്ടാണ് തോറ്റതെന്നല്ലേ പറഞ്ഞ്. പിന്നെ പൂരത്തിൻ്റെ കലക്കിയത് കൊണ്ടാണ് ജയിച്ചതെന്നല്ലേ പറഞ്ഞ്. ഇപ്പോൾ പുതിയൊരു സംഭവം കൊണ്ടുവരുന്നു, അത്രേ ഉള്ളൂ. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവരൊക്കെ ഓരോ സമയത്ത് തങ്ങൾക്ക് ഹിതകരമായിട്ടുള്ളത് പറയുമ്പം അഭിനന്ദിക്കുകയും അല്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സമീപനം, ആ സമീപനം സ്വീകരിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവർ ജനാധിപത്യത്തെ അംഗീകരിച്ചിട്ടുള്ളവരല്ല.
നമ്മുടെ നാട്ടിൽ ട്രോളിനാണ് ഒരു കാരണം വേണ്ടത്. ആർക്ക് വേണമെങ്കിലും. കാരണം CPM-ന്റെ സൈബർ ആർമി, കോൺഗ്രസിൻ്റെ സൈബർ ആർമി, അവർക്ക് ട്രോൾ ഉണ്ടാക്കാൻ എത്ര സമയം വേണം? അതിനൊന്നും ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ല. സൈബർ ഇടത്ത് ആർക്കും എന്ത് വേണം പറയാം. അതിന് ചോദ്യമില്ല, ഉത്തരവില്ല, അതിന് പിന്നെ എന്താ ഒരു മാനദണ്ഡം ഇല്ല, ഒന്നുമില്ല, അത്രേ ഉള്ളൂ. അങ്ങനെയല്ല. ഇപ്പം തൃശ്ശൂര് ക്രൈസ്തവ വോട്ടുകൾ കൂടി വാങ്ങിയാണ് അദ്ദേഹം ജയിച്ചെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഛത്തീസ്ഗഡിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പ്രധാനമന്ത്രി പ്രതികരിച്ചു, സംസ്ഥാന പ്രസിഡന്റ് പ്രതികരിച്ചു, അങ്ങ് പ്രതികരിച്ചു. പ്രധാനമന്ത്രി അമിത്ഷാ അക്കാര്യത്തിൽ ഇടപെടുകയൊക്കെ ചെയ്തു എന്ന് നിങ്ങളൊക്കെ പറയുന്നില്ലേ? അല്ല, അക്കാര്യത്തിൽ ഇടപെടുക. ഞാൻ കണ്ടിട്ടില്ല അമിത്ഷാ ഇടപെടുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്നിരുന്നു. അല്ലല്ല, ഞാനൊരു സ്റ്റേറ്റ്മെന്റ്, അമിത്ഷാജിയുടെ ഏത് സ്റ്റേറ്റ്മെന്റാ വന്നത്? സംസ്ഥാന അധ്യക്ഷൻ ഇടപെടുകയും അദ്ദേഹം ഉറപ്പ് നൽകുകയും എന്നൊക്കെ സംസ്ഥാന അധ്യക്ഷൻ ഇടപെട്ടു, അമിത്ഷാ ഇടപെട്ടു എന്ന് ഞാൻ കേട്ടിട്ടില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, നീതിന്യായ വ്യവസ്ഥയിൽ അമിത്ഷാജി എങ്ങനെ ഇടപെടുക? ഈ സംഭവത്തിൽ അങ്ങനെയാണെങ്കിൽ രാജ്യത്തെ എല്ലാ സ്ഥലത്തും ആർക്ക് ജാമ്യം കൊടുക്കണ്ടെന്ന് മന്ത്രിയാണോ പറയുന്നത്? കോടതി അത് പോട്ടെ. പിന്നെ എങ്ങനെ, പിന്നെ എന്താ ഇടപെടാലോ നടത്തുക? അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു ജനപ്രതിനിധി ഒരു കാര്യവും ഇതുവരെയും അല്ല, അത് അവിടുത്തെ ജനങ്ങൾ ചോദിക്കട്ടെ. അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തോട് ചോദിച്ചോ? കാണാനില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉള്ള സ്ഥലത്തല്ലേ പോണ്ട്. ഡൽഹിയിൽ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരില്ലേ? അദ്ദേഹം എല്ലാ ദിവസവും പാർലമെന്റ് അറ്റൻഡ് ചെയ്യുന്നില്ലേ? മുഖം കൊടുക്കുന്നോ, മുഖം അല്ലാതെ വേറെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അല്ല, ഇങ്ങനെ വേണമെന്ന് അല്ല ഞാൻ ചോദിക്കട്ടെ. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് ജനങ്ങൾ വോട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുള്ള ആൾക്കാരാണോ ഇവർ ഈ പറഞ്ഞ ഛത്തീസ്ഗഡിലുള്ള ആൾക്കാർ? എൻ്റെ മണ്ഡലത്തിലുള്ള തെരഞ്ഞെടുത്ത ആളുകൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, അദ്ദേഹം എത്തിയില്ല എന്ന് പറഞ്ഞാൽ ശരി. ഏതൊരു കേരളത്തിലൊരു മണ്ഡലത്തിൽ മലയാളിയായിട്ടുള്ള 2 പേർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി. ആ ബുദ്ധിമുട്ടിനെ കുറിച്ച് ധാരാളം ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. എന്താ അതിൽ വസ്തുത എന്നത് ഇപ്പോഴും ആർക്കും അറിയില്ല. ആ കുട്ടികൾ പരാതിപ്പെട്ടു എന്ന് പറയുന്നു, നിയമം പാലിക്കാതെ അവർ കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് പറയുന്നു, പലതരത്തിലുള്ള പരാതികൾ. അതുകൊണ്ട് അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നിങ്ങൾക്ക് കിട്ടിയില്ല. അതിലിപ്പോൾ നിങ്ങൾ വിഷമം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ജോർജ് കുര്യൻ്റെ പിന്നാലെ നടന്നിട്ട് ചോദ്യം ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ അങ്ങനെ പിന്നാലെ നടക്കാൻ കിട്ടിയിട്ടുണ്ടാവില്ല, അത്രയേ ഉള്ളൂ. മതിയല്ലോ, സംസ്ഥാന അധ്യക്ഷൻ ഇടപെട്ട പോരെ? സംസ്ഥാനം മുഴുവനുള്ള വിഷയത്തിൽ ആര് വിമർശിച്ചു? ഒരാളുടെ പേര് പറയും. BJPയുടെ സംസ്ഥാന ഭാരവാഹികൾ ആരും വിമർശിക്കും? ഒരാൾ പേര് ഞാൻ ഏതായാലും പറഞ്ഞിട്ടില്ല ഒന്നും. കാരണം ആ വിഷയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ഏതാ കെ ഗോവിന്ദൻകുട്ടി? ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ ആരെ കെ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന ആളാരാ? അല്ലെന്ന് എന്നോടാണോ ചോദിക്കുന്നത്? നിങ്ങളല്ലേ എന്നോട് പേര് പറഞ്ഞു? അല്ല, ഈ RSSന്റെ മുതിർന്ന നേതാവ് എന്ന് പറഞ്ഞാൽ മുതിർന്ന എന്നുള്ള വാക്കിന് ഒരു ക്രൈറ്റീരിയ വേണ്ടേ? എന്താ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ? എന്തിൻ്റെയാണ് അടിസ്ഥാനം എനിക്കറിയില്ല. ഞാനതുകൊണ്ട് ഈ ആൾക്കാർ പറയുന്നതിന് ഇതൊക്കെ നിങ്ങൾ മാധ്യമപ്രവർത്തകരുണ്ടാക്കുകയാണ്. ഇപ്പം കാഞ്ചി ശങ്കരാചാര്യരെ അറസ്റ്റ് ചെയ്ത് കേസിൽപ്പെടുത്തി ജയിലിലിട്ടിരുന്നു. അതൊക്കെ നിയമത്തിൻ്റെ വഴിയിലൂടെ പോകില്ലേ? അതൊക്കെ സ്വാഭാവികമല്ലേ? അപ്പോൾ അതിൽ കോടതിയുടെ നിലപാടെടുക്കും, കോടതി കാര്യങ്ങൾ പറയും. പറഞ്ഞു അവർക്ക് ജാമ്യം കിട്ടി. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല കോടതി ജാമ്യം കൊടുത്തപ്പോൾ കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന്. രാഹുൽ ഗാന്ധി പറയുന്ന ശൈലിയിലാണെങ്കിൽ നമ്മൾ പറയേണ്ടത് കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് RSS പറയണം. RSS അതിനെതിരായിരുന്നെങ്കിൽ. അല്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. ശരി, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മതി.